പത്തരമാറ്റിൻ്റെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സഹികെട്ട് ഒടുവിൽ നയന ആ സത്യങ്ങൾ തങ്ങൾ അറിഞ്ഞ വിവരം അബിയെ അറിയിക്കുകയാണ് കേട്ടോ. ആ ഒരു സുന്ദര നിമിഷമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അങ്ങനെ അബിയെയും വിളിച്ച് കൂട്ടിയിട്ട് നമ്മുടെ നയനയും ആദർശും ബീച്ചിൻ്റെ അരിയിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എന്തിനാ നിങ്ങളിവിടെ കൂട്ടിക്കൊണ്ടുവന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുമ്പം നിൻ്റെ എല്ലാ കൊള്ളരുതായ്മയ്ക്കും ഞാൻ ചെറുപ്പത്തിലെ കൂട്ടുനിന്നിട്ടുണ്ടായിരുന്നു. അത് മുത്തശ്ശൻ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനും അനിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഇപ്പോഴും ഒരു പെൺകുട്ടിയുമായിട്ട് അടുപ്പമുണ്ടല്ലോ, ആ അനഘയുമായിട്ട്. അത് ഞങ്ങൾ അടുപ്പമുണ്ടായിരുന്നത് ആദ്യം അറിയാൻ വൈകിപ്പോയി. പിന്നീടാണ് അത് അറിഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത്, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ചന്തുമോളുടെ അമ്മയല്ലേ അനഘ? പിന്നെ എൻ്റെ കാമുകിയാക്കി തീർക്കുന്നത് എന്തിനാ? എനിക്ക് അവളെ അറിയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് മതിയാക്കിക്കോ നിൻ്റെ നാടകം. ചന്തുമോളുടെ അമ്മ എന്ന് പറയുന്നത് നിൻ്റെ കാമുകിയാണ് എന്നും ചന്തുമോൾ നിൻ്റെ മകളാണ് എന്നുള്ളതും ഞങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ സത്യമാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അഭി പറയുന്നുണ്ട്, നിങ്ങളെന്താ എൻ്റെ മേലേക്ക് ഇടാൻ നോക്കുകയാണോ? ആദർശേട്ടൻ്റെ കുഞ്ഞ് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അവിടെയുള്ളവരൊക്കെ അതന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്താ നിങ്ങളത് മാറ്റി പറയുന്നത്? പിന്നെ നമ്മളൊക്കെ പോയ സമയത്ത് ആദർശേട്ടൻ്റെ ഫോട്ടോയല്ലേ അവിടെ ഉണ്ടായിരുന്നത്, ആ ചന്തുമോളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആ ഫോട്ടോ എന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. അത് നീയല്ലേടെ വെച്ചത്, നീയല്ലേ ചന്തുമോളുടെ അച്ഛൻ എന്നൊക്കെ പറയുകയാണ് നയന. അങ്ങനെ ഇത് കേട്ടിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അബി. അപ്പോൾ ആ സമയത്ത് നയന പറയുന്നുണ്ട്, ആ ഫോട്ടോ മാറ്റിയിട്ട്, നിൻ്റെ ഫോട്ടോ മാറ്റിയിട്ട് ആദർശേട്ടൻ്റെ ഫോട്ടോ വെച്ചതും എല്ലാം നീ കളിച്ച കളിയാണ്. നിൻ്റെ തെറ്റ് മറിച്ചിട്ട് ആ ഒരു തെറ്റ് ആദർശേട്ടൻ്റെ മേലേക്ക് ഇടാനും വേണ്ടിയിട്ട് ചെയ്തത്. പിന്നെ ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടും മിണ്ടാതിരുന്നത് ഒരു തെളിവ് ഞങ്ങൾക്ക് യഥാർത്ഥമായിട്ട് കിട്ടണമല്ലോ എന്ന് കരുതിയിട്ടാണ്. അതുകൊണ്ട് തെളിവ് ഞങ്ങൾക്ക് കിട്ടി. ചന്തുമോളുടെയും നിൻ്റെയും മുടിയിഴകൾ ഞങ്ങൾ DNA ടെസ്റ്റിന് അയച്ചു. അതിൽ അച്ഛൻ്റെ സ്ഥാനത്ത് അച്ഛൻ്റെ ഒരു പേരിൽ വന്നിട്ടുള്ളത് നിൻ്റെ പേരാണടാ. നീയാണ് ചന്തുമോളുടെ യഥാർത്ഥ അച്ഛൻ. അതിൻ്റെ എല്ലാ തെളിവുകളും ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരക്ഷരം നീ മിണ്ടിപ്പോവരുത്. പിന്നെ ഇത്രയും കാലം ഞങ്ങൾ ക്ഷമിച്ചു നിന്നത് എൻ്റെ ചേച്ചിയുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ ചേച്ചിക്ക് ഇത് ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ഈ വാർത്ത കേട്ടിട്ടാകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ് അബി. ആ സമയത്ത് അബിനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇപ്പോൾ നിനക്ക് ഒന്നും പറയാനില്ലേ? എന്തേ നിൻ്റെ നാവിറങ്ങിപ്പോയോ എന്നൊക്കെ ആദർശ് ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുകയാണ് അബി. ആ സമയത്ത് നയന പിന്നാലെ ചെന്നിട്ട് അബിയെ ഷർട്ടിന് പിടിച്ചിട്ട് നല്ലോണം അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും കാലം നീ ഓരോ കൊള്ളരുതായ്മ ചെയ്ത് നടന്നു, അതൊക്കെ ഞങ്ങൾ ക്ഷമിച്ചു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കില്ല. എന്തായാലും ഈ വിവരങ്ങൾ ഞങ്ങൾ മുത്തശ്ശനെ അറിയിക്കണമെന്ന് കരുതിയതാണ്. തൽക്കാലത്തേക്ക് ഞങ്ങളിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. പിന്നെ നീ ഇനി വളരെയധികം ശ്രദ്ധിച്ചോളണം. ഇനി ആദർശേട്ടനെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് അത് ഏറ്റുപറയാതെ, അത് കൂട്ടുപിടിക്കാതെ മിണ്ടാതെ നിന്നോണം. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരെയും അറിയിക്കും. പിന്നീട് ഞങ്ങൾ ആരുടെയും മുഖം ഓർക്കില്ല. എൻ്റെ ചേച്ചിയുടെ മുഖം പോലും ഞങ്ങൾ ഓർക്കില്ല. ആ സത്യം അങ്ങ് എല്ലാവരോടും തുറന്നു പറയും. പിന്നെ നിൻ്റെ കാര്യം പോക്കാണ് എന്നൊക്കെ പറയുകയാണ്. ആ സമയത്ത് ആകെ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അബി. അങ്ങനെ പിന്നീട് ഞാൻ ചോദിക്കുന്നുണ്ട്, ഇതിനിടയ്ക്ക് നീ വേറെയും കളി കളിക്കാൻ ശ്രമിച്ചല്ലോ. ആദർശേട്ടൻ്റെ കുഞ്ഞാണ് ചന്തുമോൾ എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ വരെ അറിയിക്കാനും എല്ലാവരെയും അനന്തപുരിക്കാരെ മൊത്തം നാണം കെടുത്താൻ നീ ശ്രമിച്ചല്ലോ. നീ മീഡിയക്കാരോട് പറയാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ ആളെ ഇപ്പോൾ ചന്തുമോൾ പിടികൂടാൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിലും ഒരു തീരുമാനമാകും എന്നൊക്കെ പറയുന്ന സമയത്ത് അബി പറയുന്നുണ്ട്, ഞാൻ ആരെയും ഏർപ്പാടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നീ മിണ്ടിപ്പോവരുത്. അവളിപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നയന. അങ്ങനെ പിന്നീട് അവർ അവിടെ നിന്ന് പോവുകയാണ്. ആ സമയത്ത് വളരെ ദേഷ്യത്തോടു കൂടിയും അതുപോലെ തന്നെ ഒരു പേടിയോടു കൂടിയും അബി അവരെ തന്നെ തുറച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നീട് നയനയും ആദർശം നയനയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് അവർ അബിയെ പിടിച്ചതും ഇങ്ങനെയൊക്കെ ചെയ്തതും സത്യങ്ങൾ അറിഞ്ഞത് അബിയോട് പറഞ്ഞതെന്നും അവനെ ചോദ്യം ചെയ്തത് എന്നുള്ളതും ഒന്നും അച്ഛനോടും അമ്മയോടും ഇപ്പം തൽക്കാലം പറയണ്ട എന്ന് ഉറപ്പിച്ചിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്ന സമയത്ത് നന്ദും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, എസ് ഐ സാറ് ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ട് ചേച്ചിനെയും ആദർശേട്ടനെയും കാണണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അന്ന് അനന്തപുരിയിൽ നിന്നൊരു മല മോഷണം പോയിരുന്നല്ലോ, അത് കേസാക്കി കൊണ്ടുവരണം. അതങ്ങനെ അന്ന് ഇട്ടതുകൊണ്ട് യഥാർത്ഥ കള്ളൻ ആരാണെന്നുള്ളത് പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അതുകൊണ്ട് അത് കേസാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു.